പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ മേൽക്കൂര അടർന്നു വീണു. പേവാർഡിൽ കിടത്തി ചികിത്സിക്കുന്ന മുറിയുടെ സീലിംഗിന്റെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. അരുൺ ശങ്കർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, അത്യന്തം ഗൗരവമേറിയ വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ സംഭവം നടക്കുന്നത് എപ്പോഴായിരുന്നു? അത്ഭുതകരമായിട്ടാണോ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, 30 വർഷത്തിലധികം പഴക്കമുള്ള പേവാർഡാണിത്. ഈ പേവാർഡിൻ്റെ താഴത്തെ നിലയിലെ A1 മുറിയുടെ സീലിംഗ് ആണ് അടർന്നു വീണത്. ഈ സമയത്ത് ഈ മുറിയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, രോഗികൾ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പേ തന്നെ ഈ മുറിയിലുള്ള രോഗിയെ മാറ്റിയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഈ മുറി ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പേവാർഡിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ കമ്പി തെളിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്യും. നിലവിൽ ഈ ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇത് ആശുപത്രി വികസന സമിതിക്കോ അതോടൊപ്പം തന്നെ സർക്കാരിനോ അല്ലെങ്കിൽ നഗരസഭയ്ക്കോ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത വിഷയമാണ്. കാരണം ഈ പേവാർഡുകൾ നടത്തുന്നത് ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനവും പരിപാലനവും നടക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ലെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ സംഭവത്തിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സീലിംഗ് എന്ന് പറയുന്നത് നഗരസഭ ചെയർമാൻ പറയുന്നത് അതൊരു ഫൈബറിൻ്റെ സീലിംഗ് ആയിരുന്നു എന്നതാണ്. പക്ഷേ മറിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് അത് കോൺക്രീറ്റിൻ്റെ ഒരു പാളി അടർന്ന് വീണു എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കുറച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം ഈ മുറി ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്താൻ നമുക്കും കഴിയാത്ത അവസ്ഥയുണ്ട്. എന്തായാലും ആ മുറിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഒരു സീലിംഗിൻ്റെ ഒരു ഭാഗം അടർന്നു വീണിട്ടുണ്ട്. അത് ഫൈബറിൻ്റെ ആണോ അതോ കോൺക്രീറ്റിൻ്റെ ആണോ എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടുള്ളത്. ഇത്തരം അപകട സൂചന മറ്റോ ലഭ്യമായിരുന്നുവോ? കാരണം ഇത്രയും നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം HDS പറയുന്നത് അവരുടെ പരിധിയിൽ വരുന്നതല്ല, മറ്റൊരു ഏജൻസിക്കാണ് നൽകിയതെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആർക്ക് ഉത്തരവാദിത്തം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കെട്ടിടങ്ങൾക്ക് കൃത്യമായ പരിപാലനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും വികസന സമിതി ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ടവരെ ചൂണ്ടിക്കാട്ടേണ്ടതാണ്. അത് ആരുടെ ചുമതലയിലാണ് വരുന്നത് എന്നുള്ളതല്ല. അങ്ങനെയുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ ഇങ്ങനെ അപകടാവസ്ഥയിൽ ഇത്തരം കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അത് ചൂണ്ടിക്കാട്ടുകയും നടപടിയെടുക്കാൻ ഇടപെടുകയുമാണ് വേണ്ടത്. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ മുറിയിൽ A1 മുറിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ആ സീലിംഗ് അടർന്നു വീണത്. ആ സമയത്ത് എന്തായാലും രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. നേരത്തെ തന്നെ ഈ മുറിയിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ മേൽക്കൂരയാണ് അടർന്നു വീണത്. നമുക്കറിയാം, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ കോട്ടയുമായി ബന്ധപ്പെട്ടും പിന്നാലെയൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് മുൻകൂട്ടി കാണേണ്ട ഒരു വസ്തുത തന്നെയായിരുന്നു. മാത്രമല്ല, അവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും ഇതൊരു ഏജൻസിക്ക് ഈ പേവാർഡ് നൽകിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഈ പ്രതികരണങ്ങൾ വരുമ്പോൾ ഒഴുക്കൻ മട്ടിലുള്ളതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും.